ഹായ് നമസ്കാരം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ മലപ്പുറത്താണ്. മലപ്പുറത്ത് കരിപ്പൂർ എയർപോർട്ടിന് സമീപം കാടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് എക്കോ ഡെക്കോർ വേൾഡ് ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു ഫർണിച്ചർ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഫർണിച്ചറുകൾ ഉണ്ടാക്കാൻ തേക്ക് കൊണ്ടുണ്ടാക്കിയ ഫർണിച്ചറുകൾ വളരെ നല്ലതാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ തേക്ക് തടി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് തേക്ക് തടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ ഓയിൽ കണ്ടൻറ്റ് വളരെയധികം കൂടുതലാണ്. നാച്ചുറൽ ഓയിലും വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. വെള്ളത്തിൻ്റെ അംശം പെട്ടെന്ന് ഈ തേക്ക് തടിയിലേക്ക് കയറില്ല. അതുകൊണ്ട് ഇത് ഈ എണ്ണമയം ഉള്ള തടികളാണ് ഈ തേക്കിൻ്റെ തടികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഈ എണ്ണകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രതിരോധ ശേഷിയുണ്ട്. ഒരു ആൻറ്റിസെപ്റ്റിക് നേച്ചറിലുള്ള ഓയിലുകളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുഴുക്കൾ, അങ്ങനെയുള്ള കീടങ്ങൾ ഇതൊന്നും തേക്ക് തടിയെ സ്വാഭാവികമായിട്ട് അത്ര പെട്ടെന്ന് ആക്രമിക്കില്ല. ഓക്കെ, മറ്റ് പല ഹാർഡ്വുഡുകളിലും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവില്ല. അക്കേഷ്യ, അതുപോലെ റബ്ബർവുഡ് പോലെയുള്ള മരങ്ങൾക്കൊന്നും ഇതിനുള്ള ഒരു കഴിവില്ല. പക്ഷേ തേക്കിൽ എണ്ണയുടെ അംശം, പ്രതിരോധ ശേഷിയുള്ള എണ്ണ വളരെയധികം, ഓയിലിൻ്റെ അംശം വളരെയധികം കൂടുതലുണ്ട്. പിന്നെ ഇതിന് കാലാവസ്ഥയെ പ്രതിരോധിക്കാനുള്ള വലിയ കഴിവുണ്ട് തേക്ക് തടിക്ക്. നല്ല ചൂടുള്ള കാലാവസ്ഥയിലും ഈർപ്പമായി മാറുന്ന കാലാവസ്ഥയിലൊക്കെ തേക്ക് കൊണ്ടുണ്ടാക്കിയ ഫർണിച്ചറുകൾ കുറേ കാലം നിൽക്കും. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ ഫർണിച്ചറുകൾക്കും എല്ലാം ഈ തേക്ക് തടിയുടെ ഫർണിച്ചറുകളാണ് അധികം ഉപയോഗിച്ച് കാണുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ശക്തിയാണ്, സ്ട്രോങ്നെസ്. തേക്ക് തടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തടി ഡെൻസിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 40-50 വർഷം വരെ ഈ തേക്ക് തടിയുടെ ഫർണിച്ചറുകൾ നിലനിൽക്കും. അതേസമയം മറ്റ് ഫർണിച്ചറുകൾ, പല മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഫർണിച്ചറുകളും ഒരു 10-20 വർഷം വരെയാണ് ലൈഫ് കിട്ടുന്നത്. ഉറപ്പും കുറവായിരിക്കും. പിന്നെ ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ തേക്ക് തടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മൂത്ത് ടെക്സ്റ്റേഴ്സിൽ നമുക്കത് ഫിനിഷ് ചെയ്ത് എടുക്കാൻ പറ്റും. ഗോൾഡൻ ബ്രൗൺ കളറിലൊക്കെ നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് നമുക്കത് എടുക്കാൻ പറ്റും. പിന്നെ ഒരു ലക്ഷറിയസ് ലുക്ക് തന്നെ കിട്ടും തേക്ക് തടി കൊണ്ടുണ്ടാക്കിയ ഫർണിച്ചറുകൾക്ക്. പോളിഷിങ് കൂടി ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള ഈ ഫർണിച്ചറുകളൊക്കെ, മറ്റുള്ള മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഫർണിച്ചറുകൾ ഈവൻ പോളിഷിങ് ചെയ്താൽ പോലും ആ തേക്കിൻ്റെ ഫിനിഷിങ് കിട്ടില്ല. പിന്നെ മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും. തേക്ക് തടി ഉണ്ടാക്കിയുള്ള ഫർണിച്ചറുകൾക്ക് മെയിൻ്റനൻസ് വളരെയധികം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് വൃത്തിയാക്കി കൊടുത്താൽ മതി. തേക്ക് തടിയുടെ ഫർണിച്ചറുകൾ ചെറിയ രീതിയിൽ വൃത്തിയാക്കി കൊടുത്താൽ മാത്രം മതി. പക്ഷേ മറ്റ് പല ഫർണിച്ചറുകളും, വുഡ് കൊണ്ടുണ്ടാക്കിയ ഫർണിച്ചറുകളും നമുക്ക് വീണ്ടും വീണ്ടും പോളിഷ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ തേക്ക് തടിയും മറ്റു മരങ്ങളുടെ ഫർണിച്ചറുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ. അപ്പോൾ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഈ പുഴുക്കളും അതുപോലെ കീടങ്ങൾ, ചെതൽ, കുത്തൻ, ഇങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ പ്രതിരോധിക്കാൻ തേക്ക് തടിക്ക് കഴിയും. പിന്നെ അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് തേക്ക് തടി 40-45 വർഷം വരെ നമുക്ക് കിട്ടും. സാധാരണ മരമാണെങ്കിൽ 10-20 വർഷം വരെ കിട്ടുള്ളൂ. പിന്നെ പോളിഷ് ചെയ്യേണ്ട കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സ്പെഷ്യൽ പോളിഷിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല തേക്ക് തടിക്ക്. അതേസമയം മറ്റുള്ളതാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോളിഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ വിലയുടെ കാര്യത്തിൽ തേക്ക് തടിയുടെ ഫർണിച്ചറുകൾ വളരെ കുറച്ച് കൂടുതലായിരിക്കും. മറ്റുള്ള വില കുറവായിരിക്കും. അതിനനുസരിച്ച് ഉറപ്പും അതിൻ്റെ ഡീക്കേയും ഒക്കെ കൂടുതലാണ് മറ്റു മരങ്ങൾ. ഓക്കെ, പിന്നെ കാലാവസ്ഥയെ പ്രതിരോധിക്കാനുള്ള കഴിവ് തേക്ക് തടിക്ക് കൂടുതലാണ്. മറ്റ് പല മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഫർണിച്ചറുകൾക്കും കാലാവസ്ഥയെ പ്രതിരോധിക്കാൻ കഴിയില്ല. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വ്യത്യാസങ്ങൾ. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു.